ഹായ് സുഹൃത്തുക്കളെ, നമുക്കേ പെട്ടെന്നൊരു പായസം കുടിക്കണമെന്നൊന്ന് തോന്നിയാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ചവ്വരി പായസമാണ്. പലർക്കും അറിയാം ചവ്വരി പായസം ഉണ്ടാക്കാൻ, എന്നാൽ ഉണ്ടാക്കിയ പലരും പറഞ്ഞിട്ടുണ്ട് അത് ഉണ്ടാക്കിയിട്ട് പച്ച ചുവയ്ക്കുന്നു, ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. എന്നാൽ അത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിദ്യ ഉണ്ട് കേട്ടോ. അത് ചെയ്യേണ്ട രീതി ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടി ഇവിടെ ഒരു കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ലതുപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കും. ഞാൻ 2 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്ക്കകത്ത് വേണം ഇത് ചെയ്യാൻ, എന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടും പറങ്ങണ്ടിയും വറുത്തെടുക്കാം. ഞാൻ മുന്തിരി മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. വേണ്ടാത്തത് കൊണ്ടാണ് പറങ്ങണ്ടി. അതിനുശേഷം ചവ്വരി ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ച് അതിൻ്റെ വെള്ളം ഒന്ന് തോർത്തതിന് ശേഷം ഈ നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. ഈ നെയ്ക്കകത്ത് വറക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അങ്ങനെ വറുത്ത് കഴിയുമ്പോൾ അതിന് പച്ച വയ്ക്കത്തൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് വറുക്കുക, അപ്പം കട്ട പോലെ തോന്നും. അതിനുശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലും കുറച്ച് വെള്ളം കൂടെ ആയാലും ഒഴിച്ചു, പക്ഷെ രണ്ടും ചൂടായിരിക്കണം കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി. ഈ കട്ട അന്നേരം ഒന്ന് ഉടയും. ഈ ചൂട് പാലിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ലതുപോലെ കിട്ടും. ഉടഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആ തവിയും കൊണ്ട് തന്നെ ഒന്ന് കുത്തി ചെറുതായിട്ടൊന്ന് ഇളക്കാമെങ്കിൽ അതങ്ങ് ഉടഞ്ഞ് കിട്ടുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പച്ച വയ്ക്കത്തൊന്നുമില്ല കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് എത്ര മധുരം വേണോ ആ ഷുഗർ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര അതിനകത്ത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. ആദ്യമേ ഷുഗർ ചേർക്കല്ലേ. ഈ പാലൊഴിച്ചതിന് ശേഷം പാലൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ അന്നേരത്തേനും ഒന്നുകൂടെ വേഗം, അത് വറക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം നിലക്കട്ട പാല് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർക്കാത്ത പാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരുന്നതാണ്. അതിൻ്റെ അനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നീട് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് മാത്രം മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപ്പ്, വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് നെയ്യ് കൂടി അതിന് ആവശ്യമെങ്കിൽ മാത്രം മതി. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കി. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല ഒരു പച്ചച്ചുവയും വരത്തില്ല, നല്ല ഒരു പായസം എളുപ്പം നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, നെയ്ക്കകത്ത് വറക്കാതെ എടുക്കുന്നതുകൊണ്ടാണ് ചവ്വരിക്ക് ഒരു പച്ചച്ചുവ വരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എളുപ്പം ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത. കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും നല്ല മുത്ത് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. ഈ രീതിയിൽ നിങ്ങൾ ചവ്വരി പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.